ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറപ്പിച്ചില്ലേ? പ്രധാനപ്പെട്ട 4 മാസങ്ങളിൽ നിന്ന് ഒരു മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ മഹത്വമുണ്ടെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച മാസമാണ് പവിത്രമായ മുഹറം മാസമെന്ന് നമ്മളെ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വർഷം ആരംഭിക്കുന്നത്, ഒരു വർഷം തുടങ്ങുന്നത്, ന്യൂ ഇയർ ആയ ഒരു വിശ്വാസി ആഘോഷിക്കുന്നത് അഥവാ ഒരു വിശ്വാസി കണക്കിലെടുക്കുന്നത് അത് പവിത്രമായ മുഹറം മാസത്തിലാ, അത് വിശുദ്ധമായ മുഹറം മാസത്തിലാ. എത്രയോ എത്രയോ അനുഭവങ്ങൾ പറയുന്ന പവിത്രമായ മാസമല്ലേ, എത്രയോ ശ്രേഷ്ഠതകൾ പറയുന്ന പരിശുദ്ധമായ മാസമല്ലേ, എത്രയോ മഹത്വങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ മാസമല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചില്ലേ? 12 മാസങ്ങളിൽ നിന്ന് 4 മാസത്തെ മുത്തുനബി പ്രധാനമായി എണ്ണിയിട്ടുണ്ട്. ആ മാസത്തിന് അല്ലാഹു വലിയ ബഹുമാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മാസത്തിൽ അല്ലാഹു വലിയ കരുണ ചൊരിയുന്നതാണ്. ആ മാസത്തിൽ അല്ലാഹു വലിയ റഹ്മത്ത് ചൊരിയുന്നതാ. ആ മാസങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണി പറയുകയാണ്. ദുൽഖഅദ മാസമാ, ദുൽഹിജ്ജ മാസമാ, റജബ് മാസമാ, മുഹറം മാസമാ. എത്രയോ എത്രയോ അത്ഭുത ചരിത്രങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് പവിത്രമായ മുഹറം മാസം എന്നത് നമ്മൾ മറന്നു പോവല്ലേ. അല്ലാഹുവേ, അല്ലാഹു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങള്, അല്ലാഹു ഒരുപാട് ഒരുപാട് നിഅമത്തുകള് ഈ ഉമ്മത്തിന് വാരിക്കോരി ചൊരിഞ്ഞ മാസമാണ് വിശുദ്ധമായ മുഹറം മാസമെന്ന് എന്റെ അറിവിൻ നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ മറന്നു പോവരുത്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തിന്റെ തുടക്കമാണ് ഇന്ന്, ഒരു വർഷത്തിന്റെ തുടക്കമാണ് ഇന്ന്. ഹിജ്റ ഈ പവിത്രമായ ഇന്നത്തെ രാവോടുകൂടെ, ഈ വിശുദ്ധമായ ഇന്നത്തെ രാവോടുകൂടെ ഹിജ്റ 1445 മുഹറം തുടങ്ങുകയാ. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ പവിത്രമായ ഈ മാസം, ഈ വർഷം തുടങ്ങുമ്പോ ഒരു വർഷത്തിന്റെ തുടക്കം നന്നായ ആ വർഷം അവർക്ക് വലിയ റഹ്മത്താണല്ലോ. ആ വർഷം അല്ലാഹു അവർക്ക് വലിയ റഹ്മത്ത് ചൊരിയുമല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരു വർഷത്തിന്റെ തുടക്കത്തില്, ഒരു വർഷത്തിന്റെ ആരംഭത്തില് ഏതെങ്കിലും ഒരു വിശ്വാസി പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് അല്ലാഹുവിനോട് നിരന്തരം പറയുന്നൊരു ദുആ ഉണ്ട്. റബ്ബേ, ഇത് മുഹറം മാസത്തിന്റെ തുടക്കമാണ് അല്ലാഹ്, ഇതൊരു വർഷത്തിന്റെ പ്രാരംഭമാണ് അല്ലാഹ്, ഇതൊരു വർഷത്തിന്റെ തുടക്കമാണ് അല്ലാഹ്, ഇതൊരു വർഷത്തിന്റെ തുടക്കമാണ് അല്ലാഹ്. അല്ലാഹുവേ, ഈ വർഷം തുടങ്ങുമ്പോ നിന്റെ അടിമ നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ മറന്നില്ലല്ലോ അല്ലാഹ്, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ മറന്നില്ലല്ലോ അല്ലാഹ്, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ മറന്നില്ലല്ലോ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് മലക്കുകളെ പറയുകയാണ്, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയ നിന്റെ അടിമ ഇത് മുഹറമാണ്, ഇതൊരു വർഷത്തിന്റെ തുടക്കമാണല്ലോ അല്ലാഹ്, ഇതൊരു വർഷത്തിന്റെ തുടക്കമാണല്ലോ അല്ലാഹ്, ഇതൊരു വർഷത്തിന്റെ തുടക്കമാണല്ലോ അല്ലാഹ് എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരാണോ പെണ്ണോ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്. റബ്ബേ, ആ മനുഷ്യനെ ഈ വർഷം മുഴുവനും നീ കാക്കണേ അല്ലാഹ്, ഈ വർഷം മുഴുവനും ആ മനുഷ്യനെ കാക്കണേ അല്ലാഹ്, ഈ വർഷത്തിലെ നല്ല ഒരു സന്തോഷ ജീവിതം ആ മനുഷ്യന് നീ കൊടുക്കണേ അല്ലാഹ്, ഈ വർഷത്തിൽ ഒരു സമാധാന ജീവിതം ആ മനുഷ്യന് നീ കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിനോട് റഹ്മത്തിന്റെ മലക്കുകളെ ദ്വാരിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
ആ ദുആയിൽ നമ്മൾ ഉൾപ്പെടണം. വേണ്ടേ? ആ ദുആയിൽ നമ്മൾ ഉൾപ്പെടണം. ആ ഒരു പ്രാർത്ഥന അല്ലാഹു നമുക്ക് തരട്ടെ. ആ ഒരു പ്രാർത്ഥന അല്ലാഹു നമുക്ക് തരട്ടെ. ആ ഒരു പ്രാർത്ഥന അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനെ മറക്കണ്ട, ഉമ്മമാരെ ഉപ്പമാരെ മറക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോവുകയാ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരാണ്ട് കഴിഞ്ഞു പോവുകയാ. ഇന്നത്തെ മഗ്രിബോടുകൂടെ ഒരു പുതിയ വർഷത്തിലേക്കാ നമ്മളെ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പുതിയ പുതുവത്സരത്തിലേക്കാ നമ്മളെ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു പുതിയ വർഷം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മാറാൻ, ഈ ഒരു പുതിയ വർഷം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി മാറാൻ, ഈ ഒരു പുതിയ വർഷം ഇനി മുതൽ തെറ്റുകളില്ലാതെ, ഇനി മുതൽ നിസ്കാരങ്ങളെ കളയില്ലാതെ, ഇനി മുതൽ കള്ളിലേക്കില്ലാതെ, ഇനി മുതൽ വ്യഭിചാരത്തിലേക്കില്ലാതെ, ഇനി മുതൽ ലഹരിയിലേക്കില്ലാതെ, ഇനി മുതൽ ഹറാമായ ചിന്തകളിലേക്ക് മനസ്സ് വിട്ടുകൊടുക്കാതെ ഈ മുഹറമിന്റെ ഒന്നാമത്തെ രാവിലെ അല്ലാ നിന്റെ അടിമയായ ഞാൻ നിന്നിലേക്ക് മടങ്ങുന്ന നാഥാ, നിന്നിലേക്ക് മടങ്ങുന്ന നാഥാ, നിന്നിലേക്ക് മടങ്ങാൻ ഞാൻ തീരുമാനിക്കുന്ന അല്ലാ. ഇത് വല്ലാത്തൊരു മാസമാ. മഹാനായ അബൂ ബശാദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് എത്രയോ തവണ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തതല്ലേ. അല്ലാഹുവേ, കഴിക്കരുതെന്ന് നിഷേധിക്കപ്പെട്ട സ്വർഗ്ഗത്തിലുള്ള ഒരു മരത്തിൽ നിന്നുള്ള പഴം കഴിച്ചതിന്റെ പേരില് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വലിയ പരീക്ഷണം നൽകിയപ്പോ ആ പരീക്ഷണത്തിലല്ല അല്ലാഹു മോചനം നൽകിയത് ഏത് മാസത്തിലാ? അത് പരിശുദ്ധമായ മുഹറം മാസത്തിലാ. എത്രയോ പ്രവാചകന്മാർ അല്ലാഹു വലിയ വലിയ പരീക്ഷണത്തിൽ നിന്ന് സന്തോഷം നൽകി അനുഗ്രഹം നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്നല്ല വിജയിപ്പിച്ച മാസമാണ് വിശുദ്ധമായ മുഹറം എന്ന് നമ്മൾ മറക്കല്ലേ. നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട മഹാനരായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹ് ആ തീകുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകിയത് ഏത് മാസത്തിലാ? അത് വിശുദ്ധമായ മുഹറം മാസത്തിലാ. എത്രയോ അത്ഭുതങ്ങളെ പറയാനുണ്ട് മുഅ്മിനേ, എത്രയോ മഹത്വങ്ങളെ പറയാനുണ്ട് മുഅ്മിനേ, എത്രയോ ശ്രേഷ്ഠതകളെ പറയാനുണ്ട് മുഅ്മിനേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിവിന്നിലാവില്ല നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ അതൊക്കെ എഴുതി വെക്കണം കേട്ടോ. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഓരോന്ന് പറഞ്ഞു തരാ. ഇന്ന് പുതിയ ഒരു വർഷത്തിന്റെ തുടക്കമല്ലേ, ഇന്ന് പുതിയ ഒരു വർഷത്തിന്റെ ആരംഭമല്ലേ, ഇന്നൊരു പുതിയ വർഷത്തിന്റെ തുടക്കമല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദുആ ഒന്ന് ചെയ്യാം. മുഹറത്തിന്റെ ആദ്യ രാവിലെ ചൊല്ലാനുള്ള പ്രാർത്ഥനയാണ്. മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ രാവിലെ അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനുള്ള ഒന്നാമത്തെ ദുആ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ അറിവിന്നിലാവിന്റെ മജ്ലിസിൽ ഇരുന്നുകൊണ്ട് ചൊല്ലുമ്പോ മുഅ്മിനീങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരും ചൊല്ലിക്കോളി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് ഹിജാബത്ത് നൽകി അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ചൊല്ലിത്തരാണ്. എല്ലാവരും ഏറ്റു ചൊല്ലാം. എല്ലാവരും മുത്തുനബിയുടെ ഹളറത്തിലേക്ക്, എല്ലാ അംബിയാ മുർസലീങ്ങളെ ഹളറത്തിലേക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടക്കമുള്ള മുഴുവൻ സ്വഹാബത്തിന്റെ ഹളറത്തിലേക്ക്, പ്രത്യേകിച്ച് അസ്ഹാബുൽ ബദരീങ്ങളെ ഹളറത്തിലേക്ക്, ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ മുഴുവൻ മഹദിമാരെ ഹളറത്തിലേക്ക്, എല്ലാ ഔലിയാക്കന്മാരെ ഹളറത്തിലേക്ക്, താബിഈങ്ങളുടെ ഹളറത്തിലേക്ക്, ഇമാമീങ്ങളുടെ ഹളറത്തിലേക്ക്, സർവ്വ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ ഹളറത്തിലേക്ക്, ഖുത്ബുൽ ആലം മടവൂർ ശൈഖുനാന്റെ ഹളറത്തിലേക്ക്, പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ ഹളറത്തിലേക്കും ഒരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദുആ നമ്മൾ ചെയ്യാൻ പോവാ. ഈ ദുആ
നമ്മളെ ചൊല്ലാൻ പോവാ. മക്കളെ, ചെറുപ്പക്കാരാ, സഹോദര സഹോദരിമാരെ, എല്ലാവരും ചൊല്ലണേ. ഇത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ചൊല്ലല് മഹാന്മാര് പ്രത്യേകം വലിയ ഫലമുണ്ടെന്ന് പഠിപ്പിച്ച ദുആആണ്. അതിന്റെ മുന്നേ എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. ഇവരുടെ ഹളറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ. റബ്ബി ഗ്ഫിർ ലി ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും കയ്യിലോതി കണ്ണുമുഖമൊക്കെ തടവി അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ദുആ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. എല്ലാവരും രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് എല്ലാവരും, മക്കളും മരുമക്കളും പേരമക്കളും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ദുആ ചൊല്ലാം. ഒരു വർഷത്തിന്റെ ആരംഭമാണ്. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒരു പ്രാവശ്യം ചൊല്ലിത്തരും. നിങ്ങൾ അത് ഏറ്റിങ്ങനെ ചൊല്ലട്ടോ. ഒരു പ്രാവശ്യം ഏറ്റു ചൊല്ലും. നിങ്ങൾ ഇങ്ങനെ ഏറ്റു ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ലി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തംലഉ ഖസാഇനല്ലാഹി നൂറാ വതകൂനു ലനാ വലിൽ മുഅ്മിനീന ഫറജൻ വഫറഹൻ വസുറൂറാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറാ. രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് ദുആ കേട്ടോ. ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ അതുമാണ്, നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫദ്ലികൽ അളീം വകരീമി ജൂദികൽ അമീമിൽ മുഅവ്വൽ وهذا عام جديد قد أقبل أسألك العصمة فيه أسألك العصمة فيه أسألك العصمة فيه من الشيطان وأوليائه أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. എല്ലാവരും രണ്ട് കയ്യിലൂതി കണ്ണും മുഖവും തടവിയേ. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദുആ അല്ലാ ഒരു വിശ്വാസി ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ ചൊല്ലിയാൽ മരണം വരെ പിശാചിൽ നിന്ന് അല്ലാഹു അവന് അഭയം നൽകുന്നതാണ്. അവന് അഭയം നൽകാൻ മലക്കുകളെ അല്ലാഹു ഏൽപ്പിക്കുന്നതാണ്. അവന് അഭയം നൽകണമെന്ന് അല്ലാഹു മലക്കുകളെ ഏൽപ്പിക്കുന്നതാണ്. അഥവാ ഒരു തെറ്റിലേക്ക് പോവാതെ അല്ലാഹു അവനെ കാത്തുരക്ഷിക്കുന്നതാ. ഒരു ഹറാമിലേക്ക് പോവാതെ അല്ലാഹു അവനെ കാത്തുരക്ഷിക്കുന്നതാ. ഒരു പാപത്തിലേക്ക് പോവാതെ
അള്ളാഹു അവന് സംരക്ഷണം നൽകുന്നതാ. ഒരു പാപക്കറകളിലേക്ക് പോവാതെ അള്ളാഹു അവന് സംരക്ഷണം നൽകുന്നതാണ്. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ഒരു തവണ ചൊല്ലി 3 തവണ നമുക്ക് ഈ ദുആ ചെയ്യാം. 3 തവണ നമുക്ക് ഈ ദുആ ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരെ 2 തവണ കൂടി ചൊല്ലാം. 2 കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് ചൊല്ലിക്കോളി. ഉസ്താദ് ചൊല്ലിത്തരുന്നതാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഏറ്റ് ചൊല്ലാം. നിങ്ങളെ ഭർത്താക്കന്മാരോട് ചൊല്ലാൻ പറയാ, ഭാര്യമാരോട് ചൊല്ലാൻ പറയാ, മക്കളോട് മരുമക്കളോട് പേരമക്കളോട് ചൊല്ലാൻ പറയാ. പിശാചിന്റെ കെണിവലയിൽ നിന്ന്, ദുഷിച്ച ചിന്തകളിൽ നിന്ന്, വേണ്ടാത്ത കൂട്ടുകെട്ടിൽ നിന്ന് ഈ വർഷത്തിലെ അള്ളാഹു നമുക്ക് വലിയ കാവല് തരട്ടെ. അള്ളാഹു നമുക്ക് വലിയ കാവല് തരട്ടെ. ഈ ഒരു വർഷം അള്ളാഹു ബറക്കത്തുള്ള വർഷമായിട്ട്, ബറക്കത്തുള്ള ദിവസങ്ങളായിട്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ചൊല്ലിക്കോളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉറക്കെ ചൊല്ലി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد صلاة تملأ خزائن الله نورا وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم تسليما كثيرا. وركدوارك اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك الأميم المؤول. وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. അൽഹംദുലില്ലാഹ്. 2 കൈയിലൂതി കണ്ണും മുഖവും തടവിയെ 2 തവണയായി ഇൻഷാ അല്ലാഹ് 1 തവണ കൂടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ വർഷം മുഴുവനും അല്ലാഹു ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. റബ്ബ് നമുക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സുള്ള തരട്ടെ. 10,000 മുഅ്മിനീങ്ങളെ കൂടെ എല്ലാവരും ഏറ്റുചൊല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد صلاة تملأ خزائن الله نورا وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم تسليما كثيرا. اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك الأميم المؤول. وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم
ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. 2 കയ്യിലൂന്നി കണ്ണും മുഖവും തടവുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 11 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ ഒരു വർഷത്തിന്റെ തുടക്കമാണ്, ആരും നഷ്ടപ്പെടുത്തല്ലേ. ഒരു 11 സ്വലാത്ത് എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി വസല്ലം അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് മുത്തുനബിയോട് നമ്മൾ സലാം പറയാൻ പോവുകയാണ്. അല്ലാഹ് ഒരു വർഷത്തിന്റെ തുടക്കത്തിലേതാ ഞങ്ങളെ മുത്തായ തങ്ങളോട് സലാം പറയുന്നു. അല്ലാഹ് മുത്തുനബി അവിടെ നിന്ന് സലാം അടക്കണം. ഞങ്ങൾക്കറിയാം ഞങ്ങളെ സലാം മുത്തുനബി മദീനയിൽ നിന്ന് മടക്കുമെന്ന്. പരിശുദ്ധമായ മുഹറം മാസമല്ലേ, മുഹറത്തിന്റെ തുടക്കമല്ലേ, മുഹറത്തിന്റെ ആരംഭമല്ലേ. അല്ലാഹ് 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 ഈ മുഹറം മാസത്തിന്റെ ആരംഭത്തിന്റെ 1-ാമത്തെ സുദിനത്തില് റബ്ബേ ഞങ്ങളെ ചോദിക്കുകയാണ്, മുത്തുനബിയോട് സലാം പറയുകയാണ്. അവിടെ സലാം അടക്കണോ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരും ചൊല്ലിക്കോളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദിരികിനി യാ ഹബീബല്ലാഹ്. എല്ലാവരും 2 കൈയും ഉയർത്തിപ്പിടിച്ച് മുത്തുനബിയോട് സലാം പറയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രികിനി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രികിനി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രികിനി യാ ഹബീബല്ലാഹ്. എല്ലാവരും 2 കയ്യിലൂതി കണ്ണമുഖം തടവിക്കോളെ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഈ പുണ്യമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. ഈ വിശുദ്ധമായ രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ.
ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഇതൊരു തുടക്കമാണ്, ജീവിതത്തിന്റെ തുടക്കമാണ്, ഞങ്ങൾ ആയുസ്സിലൊരു വർഷത്തിന്റെ തുടക്കമാണ് നാഥാ, ഞങ്ങൾ ആയുസ്സിലൊരു വർഷത്തിന്റെ തുടക്കമാണ് നാഥാ. ഈ ഒരു വർഷം മുഴുവനും ഞങ്ങൾക്ക് ബർക്കത്തുള്ളതാക്കണേ അല്ലാ. ഈ ഒരു വർഷം മുഴുവനും ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണമല്ലാ. ഈ ഒരു വർഷം മുഴുവനും ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണമല്ലാ. ഈ ഒരു വർഷം മുഴുവനും ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. പടച്ചവനെ, പാവപ്പെട്ട ഞങ്ങളെ പുന്നാര ഉമ്മയടക്കോ ആരൊക്കെ സുഖമില്ലാതെ കഴിയുന്നോ, ബോധമില്ലാതെ കഴിയുന്നോ, ഈ മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ രാമ്, പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള രാമ്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്ന രാവ്, ഈ മുഹറമിന്റെ ഒന്നാമത്തെ രാവിലെ ഞങ്ങളെ ചോദിക്കുന്നു അല്ലാ, ബോധമില്ലാതെ കിടക്കുന്ന ഞങ്ങളെ ഉമ്മാക്ക് പരിപൂർണമായ ബോധം തരണേ അല്ലാ, പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അല്ലാഹുവേ കാമിലായ ശിഫ തരണേ അല്ലാ, ആജിലായ ശിഫ തരണേ അല്ലാ. ഈ മുഹറം മാസം ഒരുപാട് പ്രവാചകന്മാർക്ക്, അമ്പിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക് നീ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞ മാസമാണ് അല്ലാ. നീ നൽകിയ പരീക്ഷണത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ മോചനം നൽകിയ മാസമാണ് അല്ലാ. തീയിന്റെ അകത്തെറിഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് ആൺകുട്ടിയെ പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റ് പോന്ന മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. എത്രയോ അത്ഭുതങ്ങളുടെ കഥ പറയുന്ന മുഹറമല്ലേ അല്ലാ. മഹാനരായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ കഥ പറയുന്ന പരിശുദ്ധമായ മുഹറം മാസമല്ലേ. മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് സലാമത്തിൽ ചരിത്രം പറയുന്ന പരിശുദ്ധമായ മുഹറമല്ലേ. മഹാനരായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അന റബ്ബുക്കൽ അഅ്ലാ, ഞാനാണ് ലോകത്തിന്റെ ഭരണാധികാരി എന്ന ധിക്കാരത്തോടെ ഒരു മടിയുമില്ലാതെ വിളിച്ചു പറഞ്ഞ ഫറോവ, ആ ഫറോവയുടെ കൂട്ടരുടെ കയ്യിൽ നിന്ന് മഹാനരായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ചെങ്കടൽ പിളർത്തി രണ്ട് ഭാഗത്തേക്ക് വഴിയൊരുക്കിയിട്ട് സലാമത്ത് നൽകിയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അന്നത്തെ ധിക്കാരിയായ ഫറോവയെ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ച അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അനുയായികൾക്ക് അല്ലാഹു മോചനം നൽകിയ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. എത്രയോ ദിവസങ്ങളോളം മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്തകപ്പെട്ട മഹാനരായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മത്സ്യത്തിന്റെ അകത്തന്നില്ലേ അല്ലാഹുവേ മോചനം നൽകിയ മാസമാണ് പവിത്രമായ മുഹറം മാസം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പല് നങ്കൂരമിട്ട മാസമാണ് പവിത്രമായ മുഹറം മാസം. അങ്ങനെ ഇസ്ലാമിക ചരിത്രം ഞങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോ എത്രയോ അമ്പിയാക്കളുടെ കഥ പറയുന്നുണ്ട് അല്ലാ, എത്രയോ പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയ കഥ പറയുന്നുണ്ട് അല്ലാ. ആ മാസത്തിൽ ഞങ്ങൾ ചോദിക്കുകയാ, അമ്പിയാക്കൾക്ക് പരീക്ഷണത്തിൽ മോചനം നൽകിയ മുഹറമേ, അല്ലാഹുവിന്റെ ഹബീബ് വലിയ മഹത്വമുള്ള പറഞ്ഞ മുഹറമേ, ആ മുഹറം മാസത്തെ സാക്ഷിയാക്കി ഞങ്ങളെ ചോദിക്കുകയാ, ഞങ്ങൾക്ക് തന്ന പരീക്ഷണത്തിൽ നിന്ന് അല്ലാ നീ മോചനം നൽകണം അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വന്ന പ്രയാസങ്ങളിൽ നിന്ന് ഈ മുഹറമില്ല ബറക്കത്തുകളിൽ പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാ.
പ്രതിസന്ധികളിൽ തളരാതെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പ്രതിസന്ധികളിൽ തളരാതെ ശക്തിയോടെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് തരണമല്ലാഹ്. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഈ മുഹറം മാസത്തിലുള്ള ബറക്കത്ത് കൊണ്ട് ബോധമില്ലാതെ കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. വെന്റിലേറ്ററിലും ഐസിയിലും വീട്ടിലും സുഖമില്ലാതെ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും ശിഫ നൽകണേ അല്ലാഹ്. അറിവിന്നിലാമെ കേൾക്കുന്ന ഈ കുടുംബത്തിൽ ആരൊക്കെ രോഗികളാണോ, ആരൊക്കെ ബോധമില്ലാതെ കിടക്കാണോ, ആരൊക്കെ എന്തൊക്കെ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുകയാണോ, അല്ലാഹുവേ നീ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. അജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. എന്ത് പ്രതിസന്ധിയാണോ മനസ്സിന്റെ അകത്തുള്ളത്, എന്ത് പ്രയാസമാണോ മനസ്സിന്റെ അകത്തുള്ളത്, തളരരുത് മുഅ്മിനേ, തളരാൻ പാടില്ല ചെറുപ്പക്കാരാ, തളരാൻ പാടില്ല പെങ്ങളെ. നിങ്ങളെ എങ്ങനെ തളർത്തിയാൽ നിങ്ങളെ ചിറകുകൾ ഒടിയാൻ പാടില്ല. നിങ്ങളെ എങ്ങനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ, നിങ്ങളെ എങ്ങനെ വഷളാക്കാൻ ശ്രമിച്ചാലും, നിങ്ങളെ എങ്ങനെ ഇരുത്താൻ ശ്രമിച്ചാൽ പരാജയപ്പെട്ട് പോവരുത് മുഅ്മിനേ. മനസ്സുകൊണ്ട് പരാജയപ്പെടാൻ പാടില്ല. അല്ലാഹ് മഞ്ഞുതുള്ളികളെ പോലെ ഒന്നിന് പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ നിങ്ങളെ നേരിട്ട് വന്നാലും അവിടെയൊന്നും തളരാതെ മനസ്സുകൊണ്ട് ഒരുക്കുകോട്ടയാകുന്ന ഈമാൻ കൊണ്ട് മനസ്സിനെ പടുത്തുയർത്തണം ചെറുപ്പക്കാരാ. തളരാൻ പാടില്ല ചെറുപ്പക്കാരാ, പരാജയപ്പെട്ട് പോവാൻ പാടില്ല ചെറുപ്പക്കാരാ. വീണടത്ത് നിന്ന് എണീക്കണം മോനെ, വീണടത്ത് നിന്ന് എണീക്കണം മോനെ, വീണടത്ത് നിന്ന് എണീക്കണം മോനെ. ആരാണ് വീഴാത്തത്, ആരാണ് തളർന്നു പോവാത്തത്? പക്ഷേ തളർന്നാലും ആ തളരുന്ന ഇടത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കാത്തവനാണ് പരാജിതൻ. വീണടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കാത്തവനാണ് പരാജിതൻ. വീണവർ എല്ലാവരും പരാജയപ്പെട്ടു പോയി എന്ന് ആരും കരുതണ്ട. വീണവരെല്ലാവരും പരാജയപ്പെട്ടു പോയി എന്നാരും കരുതണ്ട. ഒരു കുറച്ച് നിമിഷം നേരം ഇരുത്തിയെങ്കിൽ ആ ഇരുന്നത് കൊണ്ട് പരാജയപ്പെട്ടു പോയെന്ന് ഒരാളും കരുതി പോവണ്ട. ആ വീണടത്ത് നിന്ന് 1000 ശക്തിയോടെ എഴുന്നേൽക്കാൻ നമ്മൾ ശ്രമിക്കണോ. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നതെന്ന് മറന്നു പോവണ്ട. എന്നും നമ്മളെ പരാജയപ്പെടുത്താൻ, എന്നും നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയുമെന്ന് നിങ്ങളാരും കരുതണ്ട. അതിന്റെ ചരിത്രമാണ് മുഹറം നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ ചരിത്രമാണ് മുഹറം നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ ചരിത്രമാ മുഹറം നമുക്ക് പറഞ്ഞു തരുന്നത്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും തളരാത്ത മനസ്സുകൊണ്ട് പിടിച്ചു നിൽക്കൂ ചെറുപ്പക്കാരാ. ചരിത്രം നമ്മുടെ മുന്നിലെ പാഠമാണ്. ഇൻഷാ അല്ലാഹ് സമയം വൈകുന്നില്ല. ഈ മുഹറം മാസം അഥവാ ഒരു വർഷത്തിന്റെ പ്രാരംഭം, ഒരു വർഷത്തിന്റെ തുടക്കം, തസ്ബീഹ് മാല കയ്യിലെടുക്കി എന്നിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂട്ടത്തോടെ ചൊല്ലിക്കോളെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീ. അല്ലാഹ് കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറയാ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ
പോയിട്ടുണ്ട്, ഒരുപാട് കള്ള് കുടിച്ചിട്ടുണ്ട്, ഒരുപാട് പെണ്ണ് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് പലിശ വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പാപക്കറകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഈ വിശുദ്ധമായ മാസത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു എല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനേ. ഒരു പുതിയ വർഷം ഞങ്ങളിലേക്ക് വരികയാണ്. ഇനി കല്ലുകുടിയില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരണമല്ല, ഇനി കല്ലുകുടിയില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരണമല്ല, ഇനി ലഹരി ഉപയോഗിക്കാത്തൊരു ജീവിതം ഞങ്ങൾക്ക് തരണമല്ല, ഇനി ഒരു വ്യഭിചാരമില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരണമല്ല, ഇനി ഒരു പലിശയുമായി ബന്ധപ്പെടാത്തൊരു ജീവിതം ഞങ്ങൾക്ക് തരണമല്ല. എത്രയോ എത്രയോ കൂട്ടുകെട്ടിൽപ്പെട്ട് മദ്യപിച്ചു പോയി, മയക്കുമരുന്ന് ഉപയോഗിച്ചു പോയി, ഹറാമ് ചെയ്തു പോയി, ഗീബത്തും നമീമത്തും പറഞ്ഞതിന് പുറമെ എല്ലാവരോടും പറഞ്ഞു നടന്ന് എനിക്കിഷ്ടപ്പെടാത്തവരെ കുടുംബത്തിലും നാട്ടിലും എല്ലാത്തിനും പറഞ്ഞ് നമ്മൾ നാറ്റിക്കാൻ തുടങ്ങി. നമുക്കിഷ്ടപ്പെടാത്തവരെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ തുടങ്ങി, ഗീബത്ത് പറഞ്ഞ് ഫസാദ് പറഞ്ഞു. മുഅ്മിനേ, ഇനി മടങ്ങണം മോനെ, ഇനി മടങ്ങണം മോളെ. ആരോടും വൈരാഗ്യമില്ലാത്ത മനസ്സോടെ മുഹറം മാസത്തില് മടങ്ങണം നമ്മൾ. മുഹറം വന്നിട്ടും നന്നാവാൻ തീരുമാനിക്കാത്തവരെ, മുഹറം വന്നിട്ടും ഇനി ഒരു കള്ളുകുടിയിൽ നിന്ന് മാറാൻ തീരുമാനിക്കാത്തവര്, മുഹറം വന്നിട്ടും ഒരു ലഹരിയിൽ നിന്ന് മാറാൻ നിനക്ക് മനസ്സ് വന്നിട്ടില്ലേ ചെറുപ്പക്കാരാ? നിന്റെ മനസ്സിനെ നല്ല ഒരു ഡോക്ടറെ കാണിക്കണം നീ. മുഹറം മാസം ഒരു പുതിയ വർഷം നിന്റെ ജീവിതത്തിൽ വന്നിട്ടും നിനക്ക് കള്ളുകുടിയിൽ നിന്ന് മാറാൻ സമയമായിട്ടില്ലെങ്കിൽ നിന്റെ മനസ്സിനെ നല്ല ഒരു ഡോക്ടറെ നീ കാണിക്കണോ? മുഹറം മാസം വന്നിട്ടും പിണക്കങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ മനസ്സ് വന്നിട്ടില്ലെങ്കിൽ, മുഹറം മാസം വന്നിട്ടും നിസ്കരിക്കാൻ നമുക്ക് മനസ്സ് വന്നിട്ടില്ലെങ്കിൽ, മുഹറം മാസം വന്നിട്ടും ഗീബത്തും നമീമത്തും കളവും മേഷണയും പരദൂഷണവും പറയുന്നത് നിർത്താൻ നമുക്ക് മനസ്സ് വന്നിട്ടില്ലെങ്കിൽ, നമ്മുടെ മനസ്സ് എവിടെയോ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മുടെ കൽബി എവിടെയോ തളർന്നു പോയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയൂല. വെള്ളയും വെള്ളയും ഇട്ടത് കൊണ്ട് മനസ്സ് നന്നാകുമെന്ന് ആരെങ്കിലും കരുതിപ്പോയോ? വെള്ളയും വെള്ളയും ഇട്ട് ഹിജാബിട്ട് നടന്നുകൊണ്ട് മനസ്സ് നന്നായി എന്നാരെങ്കിലും കരുതിപ്പോയോ? ഇന്നല്ലാഹ യൻദുറു ഇലൽ ഖുലൂബ്, യജമാനായ നമ്മുടെ റബ്ബിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ്. എന്റെ ഹൃദയത്തിലേക്കാണ് എന്റെ റബ്ബിന്റെ നോട്ടം. എന്റെ തലപ്പാവല്ല കബൂലാക്കണമെങ്കിലേ, എന്റെ വെള്ള വസ്ത്രമല്ല കബൂലാക്കണമെങ്കിലേ, ഈ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളോട് ചൊല്ലിക്കോളി എന്ന് പറയുന്നതല്ല കബൂലാക്കണമെങ്കിൽ എന്റെ കൽബ് നന്നാവണം. എന്റെ കൽബിന്റെ അകത്താരോടും വെറുപ്പുണ്ടാവരുത്. മുഅ്മിനേ, നമ്മുടെ മനസ്സങ്ങനെയാവണം. മുഅ്മിനേ, ആരോടും നമുക്ക് വെറുപ്പ് വേണ്ട, ആരെയും നമ്മൾ കുറ്റം പറഞ്ഞു നടക്കണ്ട. ഉള്ളത് പറഞ്ഞാലും കുറ്റമാണ്, ഇല്ലാത്തത് പറഞ്ഞാലും കുറ്റമാണ്. നമ്മൾ പറയും ഉള്ളതല്ലേ പറയുന്നത്, കാര്യമില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തതെന്ന് അവകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ, ആരെക്കുറിച്ചിട്ടാണോ പറഞ്ഞത് അവരോട് മാപ്പ് ചോദിക്കാതെ അല്ലാഹു പൊറുത്തു തരുമെന്ന് ഒരു ഉമ്മ വെച്ച മക്കളും കരുതണ്ട. ഒരാളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാതെ, അവര് മാപ്പ് തരാതെ നിങ്ങൾ കാലുകൊണ്ട് സിറാത്ത് പാലം കടക്കുമെന്ന് ഒരാളും കരുതണ്ട. അത് എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, അത് എത്ര വലിയ സ്വാധീനമുള്ള ആളായിട്ടും കാര്യമില്ല, എത്ര വലിയ പണക്കാരനായിട്ടും കാര്യമില്ല, പണ്ഡിതനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ആരാണെങ്കിലും ഒരാളെ കുറ്റം പറഞ്ഞാൽ അവരോട് മാപ്പ് ചോദിക്കാതെ പടച്ചോന്റെ കോടതിയിൽ നമുക്ക് ജാമ്യം കിട്ടൂല. പടച്ചോന്റെ കോടതിയിൽ നമ്മളെ രക്ഷപ്പെടൂല. ഇത് മുഹറം മാസമാണ്, ഇതൊരു തുടക്കമാണ്, ഇത് നന്നാവാനുള്ള അവസരമാണ്, ഇത് നന്നാവാനുള്ള അവസരമാണ്, ഇത് നന്നാവാനുള്ള അവസരമാണ്. നാളെയും സുബഹി നിനക്ക് കലായാല് ചെറുപ്പക്കാരാ നിന്നെ എന്ത് പേരാ വിളിക്കേണ്ടത്?
പെങ്ങളെ, നാളത്തെ സുബഹിയും നീ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പേരാ നിങ്ങളെ വിളിക്കേണ്ടത്? നാളെയും നമുക്ക് നന്നാവാന് മനസ്സ് വന്നിട്ടില്ലെങ്കിൽ പടച്ചോനെ നമ്മളെ കുറിച്ചിട്ട് എന്താണല്ല വിചാരിക്കുക? അതുകൊണ്ട് ആരും കൂടുതൽ കാലം ജീവിക്കുമെന്ന് കരുതണ്ട. അള്ളാഹു നമുക്ക് തന്ന ആയുസ്, അള്ളാഹു നമുക്ക് തന്ന ആയുസ്. എത്ര ആളുകളെ മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? സുഖമില്ലാതെ കിടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഒരു നിമിഷം മതിയല്ലോ ഈ ആരോഗ്യമൊക്കെയുള്ള എടുത്തു കളയാൻ. റബ്ബ് നമ്മളെ കാക്കട്ടെ. ഈ ഒരു വർഷം അല്ലാഹു നമുക്ക് നല്ല വർഷമാക്കി തരട്ടെ. ഒരു 11 തവണ കൂടി ഇസ്തിഗ്ഫാർ ചൊല്ല. അസ്തഗ്ഫിറുല്ലാഹല്ലദീ 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇൻഷാ അല്ലാഹ് ഒരു 33 തവണ തഹ്ലീൽ ചൊല്ലുകയാണ്. അല്ലാഹ് മരിക്കുമ്പോ ഇതുപോലെ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമല്ലാഹ്. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا الله. എന്റെ കയ്യിലൊരു കണ്ണുമുഖം തടവിയേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ ദിക്റിനെ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിക്റുകളെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പാവപ്പെട്ട ഞങ്ങളെ ഉമ്മ ഖബറിലാണ് റബ്ബേ. ഉമ്മാന്റെ ഖബറിടത്തിലേക്ക് ഉമ്മ കിടക്കുന്ന പള്ളിപ്പറമ്പിലെ ഖബറാളികൾക്ക് എത്തിച്ചു കൊടുക്കണമല്ലാ. ശൈഖുനാ ചെറിയ പിസ്താനടക്കം ഞങ്ങളെ ഉസ്താദുമാരെ പലരും ഖബറിലാ. അറിവിന്നിലാമെ കണ്ടിരുന്ന വലിയുമ്മമാരെ വലിയുപ്പമാരെ ഖബറിലാ. അറിവിന്നിലാവിന്റെ സഹോദര സഹോദരിമാരെ പലരും ഖബറിലാ. റബ്ബേ കുഞ്ഞിപ്പ ഉസ്താദടക്കം ഞങ്ങളെ പ്രിയപ്പെട്ട സിറാർ കൈയടക്കം ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ 26-ാം തീയതി അറിവിന്നിലാ ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നവരുണ്ട് അല്ലാഹ്. ഞങ്ങളെ കൂടെ ഉംറക്ക് പോകുന്ന പലരും മരിച്ചുപോയി. അറിവിന്നില്ല ഓഫീസിൽ വന്ന പലരും മരിച്ചുപോയി. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഡേറ്റ് വൈകാതെ ഉസ്താദ് നിങ്ങളെ അറിയിക്കോ. ഇൻഷാ അല്ലാഹ് പോക്ക് ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ പോകുന്നുണ്ട്. ഡേറ്റ് നിങ്ങളെ പിറകിട്ട് അറിയിക്കോ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉംറക്ക് പോരാൻ ആഗ്രഹിക്കുന്നവര് അറിവിന്നില്ല ഓഫീസിൽ നിങ്ങളെ പാസ്
പാസ്പോർട്ട് എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ, പലരും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി. ഈ മജ്ലിസ് ഇന്നലെ വരെ ലൈവായി കണ്ടിരുന്ന പലരും മരിച്ചുപോയി. അവരെ ഖബറിടത്തിലേക്കല്ല, ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലുന്നതിൽ സവാബിനെ എത്തിക്കണമല്ലാ. അവർക്കല്ല സ്വർഗം കൊടുക്കണമല്ലാ. ആ ഖബറുകളെല്ലാം വിശാലമാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഈ വർഷത്തിലെ ഒന്നാമത്തെ തവസ്സുൽ ബൈത്താണ്. എല്ലാവരും ചൊല്ലിക്കോളി കേട്ടോ. ഖുതുബുൽ മടവൂർ ശൈഖുനാനെ തവസ്സുലാക്കി ചൊല്ലാൻ പോവാണ്. ഓരോരുത്തർക്ക് ഓരോ നിയത്തുണ്ടല്ലോ, ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ നിയത്തുണ്ടല്ലോ. അത് അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ഈ തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഉമ്മാക്കല്ല പരിപൂർണ്ണ ശിഫ തരട്ടെ. നമ്മുടെ അറിവിന്നിലാവിലെ കുടുംബങ്ങൾക്ക് അല്ലാഹു കാമിലായ ശിഫ തരട്ടെ, ആജിലായ ശിഫ തരട്ടെ. ആരൊക്കെ നമ്മുടെ മജ്ലിസ് കാണുന്നുണ്ടോ അവർക്കെല്ലാം അല്ലാഹു ശിഫ തരട്ടെ, അവർക്കെല്ലാം അല്ലാഹു ശിഫ തരട്ടെ, അവർക്കെല്ലാം അല്ലാഹു ശിഫ തരട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ രാവല്ലേ, ഈ ഒന്നാമത്തെ രാവിലെ തവസ്സുൽ ബൈത്ത് ആരൊക്കെ എന്തൊക്കെ നിയ്യത്ത് വെച്ച് ചൊല്ലുന്നുണ്ടോ എല്ലാം നീ നിറവേറ്റി കൊടുക്കണമല്ലാ. അത്ഭുത ഫലങ്ങൾ നിറഞ്ഞ തവസ്സുൽ ബൈത്ത് ഞങ്ങൾ ചൊല്ലാൻ പോവുകയാണ്. പടച്ചവനെ, അതിന്റെ മുറാദ് ആരൊക്കെ എന്തൊക്കെ കരുതുന്നുണ്ടോ ഒരാളെയും മാറ്റി നിർത്താതെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാരും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബദാർ ബൽ വഅശറഫ മിൻഹു യാ സയ്യിദി ഖൈറൻ നബി أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي ارتكبت على الخطا غير حسن وغدر لك أشكو فيه يا سيدي خير النبي الشفاعة قبلنا في القيامة مشفقا وغلنا الله يا سيدي خير النبي إننا نرجو إلى كأس حولك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഓരോരുത്തരും അവനവന്റെ മനസ്സിലെ മുറാദ് കരുതുക. തവസ്സുൽ ബൈത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് സാധിച്ചു കിട്ടണം. എന്ത് വിഷമാണുള്ളത് അത് അല്ലാഹു മാറ്റിത്തരണം. എന്ത് സിഹറും ശൈത്താനും എന്ത് ശർറാണോ നമ്മളെ പിന്നാലുള്ളത്, നമ്മളെ കുടുംബത്തിന്റെ പിന്നാലുള്ളത്, നമ്മുടെ ഉസ്താദുമാരെ പിന്നാലുള്ളത്, മുഹറം മാസം ബറക്കത്തുള്ള മാസം, മുഹറം മാസം പവറുള്ള മാസം. മുഹറം മാസത്തിൽ ഖുതുബുൽ ആലമിന്റെ തവസ്സുൽ ബൈത്ത് 10,000 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചൊല്ലുമ്പോ അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തരിപ്പണമാക്കട്ടെ, അല്ലാഹു ബാത്തിലാക്കട്ടെ. ഒരു ശർറിലും ഒരാളുടെ ചതിവലയിലും ഒരു കിബറന്മാരുടെ കയ്യിലും ഒരു ഹാസിദീങ്ങളുടെ വലയിലും ഒരു ഗീബത്തുകാരുടെ നമീമത്തുകാരുടെ ഫസാദുകാരുടെ ചതിയന്മാരുടെ കൂടെ നിന്ന് ചതിക്കുന്നവരുടെ അല്ലാഹു നമ്മളെ വീഴ്ത്താതെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ.
അള്ളാഹു രണ്ട് ലോകം അള്ളാഹു സലാമത്താക്കട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക്, ഒരു പുതുവത്സരത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു. അള്ളാഹു നമുക്കും കുടുംബത്തിനും ഐശ്വര്യമുള്ള ജീവിതം അള്ളാഹു തരട്ടെ. മക്കളോട് പറയണം, മോനെ ഇതാണ് ന്യൂ ഇയർ, ഇതാണ് നിന്റെ പുതിയ വർഷം. മക്കളോട് ഉമ്മ നിങ്ങൾ പറയണം, ഇതാണ് ഒരു വിശ്വാസിയുടെ ന്യൂ ഇയർ, ഇതാണ് ഒരു വിശ്വാസിയുടെ പുതുവത്സരം. ഇവിടെ അങ്ങോട്ടൊരു നല്ല ജീവിതം നമുക്ക് വേണം. ഇവിടെ അങ്ങോട്ടൊരു നല്ല ജീവിതം നമുക്ക് തീരുമാനിക്കാം. ഞാനായിട്ട് തീരുമാനിക്കാം, നിങ്ങളായിട്ട് തീരുമാനിക്കാം. ഒരു പുതിയ വർഷം നിസ്കാരം ഖളാ ഇല്ലാതെ ഒരു പുതിയ വർഷം പറ്റുമോ? നമുക്ക് പറ്റണം. കള്ളു കുടിക്കാത്തൊരു പുതിയ വർഷം പറ്റുമോ? ചെറുപ്പക്കാരാ പറ്റുമോ? പ്രിയപ്പെട്ടവരെ പറ്റണം. നമുക്ക് ഒരു ലഹരിയിലേക്ക് പോവാത്തൊരു പുതിയ വർഷം എന്തുകൊണ്ട് നമുക്ക് പറ്റൂല? പറ്റണം. നമുക്ക് ഒരു തെറ്റിലേക്ക് പോവാത്തൊരു പുതിയ വർഷം തീരുമാനിക്കാം. നമുക്ക് തീരുമാനിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തവസ്സുൽ ബൈത്ത് ചൊല്ലേണ്ടവരൊക്കെ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളി. ഇൻഷാ അല്ലാഹ് റബ്ബ് കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പലരും അറിവിന്നില്ല ഓഫീസിൽ വന്ന് മടങ്ങി പോകുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഉമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് ഉമ്മന്റെ കൂടെയാണുള്ളത്. ഇൻഷാ അല്ലാഹ് രോഗം റാഹത്താവുന്നുണ്ട്. റാഹത്താവണം, പരിപൂർണ ബോധത്തിലേക്ക് വരണം. നിങ്ങളൊക്കെ ദ്വാരിക്കണം. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ഓഫീസ് ഇൻഷാ അല്ലാഹ് തുറക്കുന്ന ദിവസം, തുറക്കുന്ന സമയം ലൈവിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കും. ഒരുപാട് ആളുകൾ വന്ന് മടങ്ങി പോകുന്നുണ്ട്, അറിയാൻ കഴിഞ്ഞു. ടെൻഷനാണ്, കാരണം വന്ന് കാണാതെ മടങ്ങി പോകുമ്പോ സങ്കടമാണ്. ഇൻഷാ അല്ലാഹ് ഓഫീസിലുള്ള ദിവസം ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓഫീസ് തുറക്കും. ആ തുറക്കുന്ന ദിവസം നിങ്ങൾ അറിയിക്കും. എല്ലാം പെട്ടെന്ന് റാഹത്താവാനും ഉമ്മാന്റെ റാഹത്താവാനും നിങ്ങൾ ദ്വാരിക്കാം. അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു റാഹത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ചൊല്ലിക്കൊള്ളി. തവസ്സുൽ ബൈത്താണ്, എല്ലാവരും ചൊല്ലിക്കൊള്ളി. എല്ലാം വിഷമം അള്ളാഹു മാറ്റി തരട്ടെ. ഒരു നല്ല ജീവിതം അള്ളാഹു നമുക്ക് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൽ ലനാ ലാ ലനാ റബ്ബുൻ സിവാഹു ഇന്നഹുൽ ബർറു അലീ റബ്ബുനാ സല്ലാ وسلم كل حالات على أحمد الهادي وآله والصحاب والولي نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا مدمور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدمور ولي فرج عنا الأقد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدمور ولي إننا نأتي إليكم للإزاغة ما بنا شدة ضعفة يا شيخنا مدبور وني ليس خسران لمن آتى إليكم طالبا بل بمطلوب له قد فاز يا مدبور وني لا إله إلا الله ചൊല്ലി الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور بني كل عفريت وشيطان وجن المارد أذهب البان الجنايا قطبنا مدبور بني كم كربات كشفت عن أزين تائه
فكشفا عنا الودايا شيخنا مدبور ولي فرجا عنا الأذى وكل ما يعيبنا في الدنا وفي المعاد شيخنا مدبور ولي كنت كهفا حاميا لمن أتاكم لاجئا كنت فينا ناصرا يا سيدي مدبور ولي أعطنا منك الإغاثة عند كل هولنا صب فينا الأمن منكم شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أستاذ لنا أم شيخنا فما لنا من أما اسمك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا ورحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل غالات معك شيخنا مدبور ولي آتنا أمنا عظيما وسرورا لتيجي مالك الموت بهاك شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة توحيد صالحين بمدبور ولي وفقنا لجواب المالكين بالرضا كلنا رحماننا بشيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خففا حسابنا بشيخنا مدبور ولي ربي سلم هذه الأمة عن زلق القدر حين جاءون الصراط فرجينا يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله എല്ലാ മുഅ്മിനീങ്ങളും രണ്ട് കയ്യിലോതിട്ട് കണ്ണും മുഖവും തടവിയേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ എല്ലാവരും ആമീൻ പറഞ്ഞോളി അല്ലാ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്ക് റബ്ബേ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കരളിലെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിലെ സവാബിനെ നീ എത്തിക്കണേ അല്ലാ അംബിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കളുടെ തിരുഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ പടച്ചവനെ
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പവിത്രമായ മജ്ലിസിന്റെ മുഹറം 1-ന്റെ 1-ാമത്തെ രാവല്ലയോ അല്ലാഹ്, ഈ മുഹറം മാസത്തിന്റെ 1-ാമത്തെ രാവിലെ ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ തട്ടിക്കളയല്ലേ നാഥാ, തട്ടിക്കളയല്ലേ നാഥാ, തട്ടിക്കളയല്ലേ നാഥാ. അല്ലാഹ്, ഞങ്ങളെ ജീവിതത്തിലെ ഞങ്ങളെ പുതിയ ഒരു വർഷത്തിന്റെ തുടക്കമാണ് അല്ലാഹ്, ഞങ്ങളെ പുതിയ ഒരു വർഷത്തിന്റെ തുടക്കമാണ് അല്ലാഹ്, ഞങ്ങളെ ജീവിതത്തിന്റെ പുതിയ ഒരു വർഷത്തിന്റെ തുടക്കമാണ്. തുടക്കം നന്നാക്ക് റബ്ബേ, മദ്യം നന്നാക്ക് റബ്ബേ, ഒടുക്കവും നന്നാക്ക് റബ്ബേ. ഞങ്ങൾക്ക് കണക്കാക്കി ആയുസ് നിനക്കറിയാലോ. ഈ മുഹറം മാസത്തിലെ 1-ാമത്തെ രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ് അല്ലാഹ്. ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ അല്ലാഹ്, ഞങ്ങളെ ദീർഘായുസ്സോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ മരണം വരെ ആരോഗ്യം ആഫിയത്തും നിലനിർത്തണേ റഹ്മാനേ. ദീർഘായുസ്സോടെ ഞങ്ങൾക്ക് ആഫിയത്തോ റാഹത്തും തരണേ അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ലേ റഹ്മാനേ. ഞങ്ങൾക്ക് ആയുസ് നിന്റെ പൊരുത്തത്തിനായി നീട്ടിത്തരണേ അല്ലാഹ്. പെടുന്നനെ ഞങ്ങളെ മരിച്ചു പോയിട്ട് ഞങ്ങളെ ഉമ്മാനെ ബാപ്പാനെ സങ്കടപ്പെടുത്തല്ല. പെട്ടെന്ന് മരിച്ചുപോയി ആരുമില്ലാത്ത ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, അവൾക്ക് ഞങ്ങളല്ലാതെ ആരുമില്ല. അവളെ ലോകം ഞങ്ങളാണ്, അവളുടെ എല്ലാം ഞങ്ങളാണ്. ഞങ്ങൾക്ക് പെട്ടെന്നുള്ള മരണം നിന്ന് ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ജീവനാണ്. ഞങ്ങൾക്ക് പെട്ടെന്നുള്ള മരണം നിന്ന് ഞങ്ങളെ മക്കളെ യതീമാക്കല്ലേ അല്ലാഹ്. ആരോഗ്യം തരണേ, ആഫിയത്ത് തരണേ, ദീർഘായുസ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ഉസ്താദുമാർക്ക് ആരോഗ്യം ആഫിയത്ത് കൊടുക്ക റബ്ബേ. ശൈഖുനാ സുൽത്താനുൽ ഉലമാ അല്ലാഹ്, എത്രയോ സുഖമില്ലാതെ കിടന്നിട്ട് പോലും അൽഹംദുലില്ലാഹ് അതിൽ നിന്നെല്ലാം റാഹത്തായി ദീനീ ഖിദ്മത്തിലാണ്. അല്ലാഹുവേ, സുൽത്താനുൽ ഉലമക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാർക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങളെ മക്കൾക്ക് മരുമക്കൾക്ക് പേരമക്കൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ ചെയ്തവരാണ് അല്ലാഹ്. ഒന്നും ഞങ്ങളെ നിഷേധിക്കുന്നില്ല. ഇതൊരു പുതിയ മാസമാണ്, ഇതൊരു പുതിയ വർഷമാണ് അല്ലാഹ്. ഇത് ന്യൂഹിയറിന്റെ തലേ ദിവസമാണ്. വിശ്വാസിയുടെ ന്യൂഹിയറാണ് റബ്ബേ ഇന്ന്, വിശ്വാസിയുടെ പുതുവത്സരമാണ് റബ്ബേ ഇന്ന്. നാളെ മുതൽ ഞങ്ങളൊരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നാളെ മുതൽ ഞങ്ങളെ ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങളെ കാലെടുത്ത് വെക്കുകയാണ്. ഈ ഉമ്മമാരുടെ, ഈ ഉപ്പമാരുടെ, ഈ സഹോദര സഹോദരിമാരുടെ, ഈ പൂമ്പാറ്റ മക്കളുടെ ജീവിതത്തിൽ പുതിയ ഒരു വർഷത്തിലേക്ക് നാളെ ഞങ്ങളെ തുടക്കം കുറിക്കുകയാണ്. ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ വൻ പാപങ്ങളും ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണം അല്ലാഹ്. മാപ്പാക്കണേ അല്ലാഹ്, അഫ്വ് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ വർഷങ്ങളിലെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ വൻ പാപങ്ങള്, മദ്യപിച്ച് പോയതുണ്ട് റബ്ബേ, കഞ്ചാവ് വലിച്ചതുണ്ട് റബ്ബേ, ഹാൻസ് ഉപയോഗിച്ചതുണ്ട് റബ്ബേ, ലഹരി ഉപയോഗിച്ചതുണ്ട് അല്ലാഹ്. ഇനി ഉപയോഗിക്കൂല, ഉപയോഗിച്ചത് ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട തരണം
തരണേ അല്ലാ. പലിശ വാങ്ങിയിട്ടുണ്ട് അല്ലാ, പലിശ കൊടുത്തിട്ടുണ്ട് അല്ലാ, ഇനി വാങ്ങൂല, ഇനി കൊടുക്കൂല, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. വ്യഭിചരിച്ചു പോയിട്ടുണ്ട് അല്ലാ, വ്യഭിചാരത്തിനെ കടത്തിട്ടുണ്ട് അല്ലാ, ഇനി വ്യഭിചരിക്കൂല, ഇനി വ്യഭിചാരത്തിലെ കടക്കൂല. ചെയ്തു പോയത് ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. ലോട്ടറി എടുത്തിട്ടുണ്ട് അല്ലാ, ഇനി എടുക്കൂല, എടുത്തു പോയത് ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. കട്ടെടുത്തിട്ടുണ്ട് അല്ലാ, കുറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലാ, കളവ് പറഞ്ഞിട്ടുണ്ട് അല്ലാ, സിഹ്ർ ചെയ്തിട്ടുണ്ട് അല്ലാ, മാരണപ്പണി എടുത്തിട്ടുണ്ട് അല്ലാ, പറ്റിച്ചിട്ടുണ്ട് അല്ലാ, വെട്ടിപ്പ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അല്ലാ, മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലാ, ഭർത്താവിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഉമ്മാനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ബാപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഭാര്യയുടെ ഉമ്മനെ ബാപ്പനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന്റെ ഉമ്മനെ ബാപ്പനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, മക്കളെ പറഞ്ഞിട്ടുണ്ട്, മരുമക്കളെ പറഞ്ഞിട്ടുണ്ട്, പേരമക്കളെ പറഞ്ഞിട്ടുണ്ട്, അയൽവാസികളെ പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഗീബത്ത് നമീമത്ത് ഏഷണി പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ വർഷത്തിലാണ് റബ്ബേ. ഇനി ചെയ്യൂല, ഇനി പറയൂല, ഇനി പ്രവർത്തിക്കൂല. പേടിയാകുന്നു റബ്ബേ ഞങ്ങൾക്ക്. അല്ലാഹ്, ഒരു പുതിയ വർഷമാണ് ഞങ്ങളെ മുന്നിൽ വരുന്നത്. കഴിഞ്ഞ വർഷത്തിൽ പറഞ്ഞത്, കണ്ടത്, കേട്ടത്, ചിന്തിച്ചത്, പ്രവർത്തിച്ചത് എല്ലാം റബ്ബുൽ ഇസ്സത്തെ മാപ്പ് തരണേ, പുറത്തു തരണേ. ഇതൊക്കെ നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഖബറിനെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ. നരകത്തിന്റെ അടിത്തട്ടിൽ ഞങ്ങളെ പെട്ടുപോകുമല്ലോ റബ്ബേ. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ അടിമകളാണ്, ഞങ്ങളെ അവസാന നാളിലെ ചപ്പുചവറുകളാണ്, ഞങ്ങളെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നീ യജമാനനാണ്, നീ കാരുണ്യവാനാണ്, നീ റഹ്മത്തുള്ളവനാണ്. മനുഷ്യൻ അങ്ങനെയല്ല. ഒരാളോട് തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പക കൊണ്ട് നടന്ന് കേവലം ഒരു അവസരം കിട്ടുമ്പോ പക വീട്ടുന്നവനാണ് മനുഷ്യന്. പക്ഷേ നീ അങ്ങനെയല്ല. എത്ര തെറ്റ് ചെയ്തിട്ടും നീ ഞങ്ങളെ പിടിച്ചില്ലല്ലോ. പൊറുക്കണമെന്ന് പറഞ്ഞപ്പോ നീ പൊറുക്കാതിരുന്നില്ലല്ലോ. എത്ര കള്ള് കുടിച്ചിട്ടും ഞങ്ങളെ മാവിനൊരു രോഗം നീ തന്നില്ലല്ലോ. അല്ലാ, നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. നീ ഗഫാറാണ്, നീ ഗഫൂറാണ്, പൊറുക്കണമല്ലാ. ഇനി തെറ്റില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് തരണേ. ഇനി കള്ളുകുടിയില്ലാത്തൊരു വർഷം ഞങ്ങൾക്ക് തരണേ. ഇനി ഹറാമില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് തരണേ. ഒരു വക്ത് പോലും നിസ്കാരം ഖളാ ഇല്ലാത്ത ഒരു ജീവിതം തരണമല്ലാ. എത്രയോ സുബഹി ഞങ്ങൾ ഉറങ്ങിപ്പോയി, എത്രയോ ളുഹർ ഞങ്ങൾക്ക് ജോലിയിൽ പോയി, എത്രയോ അസർ ഞങ്ങളെ ജോലി തിരക്കിനിടയിൽ പോയി, എത്രയോ മഗ്രിബ് ഞങ്ങൾക്ക് ജോലി തിരക്കിനിടയിൽ യാത്രയിൽ പോയി, എത്രയോ ഇശാഇ പിന്നെയാവാ നാളെ തുടങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. നീ പറഞ്ഞ ളുഹ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല, നീ പറഞ്ഞ തഹജ്ജുദ് ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല, നീ പറഞ്ഞ റവാത്തിബ് സുന്നത്തുകൾ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല, നീ പറഞ്ഞ നോമ്പ് ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല, നിന്റെ വിശുദ്ധ ഖുർആൻ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയതാണ്. ഇനി ഇതൊന്നുമില്ലാതെ കൃത്യമായി സുബഹി നിസ്കരിക്കുന്ന ഒരു ദിവസോ, കൃത്യമായി ളുഹർ നിസ്കരിക്കുന്ന ഒരു ദിവസോ, കൃത്യമായി അസ്ർ നിസ്കരിക്കുന്ന ഒരു ദിവസോ, കൃത്യമായി മഗ്രിബും ഇശാവോ അല്ലാഹ് ളുഹറിന്റെ മുന്നെയായി ളുഹ നിസ്കരിക്കുന്ന ഒരു മനസ്സ്, സുബഹിയുടെ മുന്നേ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനസ്സ്, റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുന്ന മനസ്സ്, ഇന്നത്തെ രാവോടെ പുതിയ ഒരു വർഷത്തോടെ റബ്ബേ നീ നൽകണേ അല്ലാഹ്. 1445 മുഹറം ഒന്നാമത്തെ ദിവസം കൊണ്ട് പുതിയ വർഷം ആരംഭിക്കുകയാണ്.
ഞങ്ങൾക്ക് നല്ല ഒരു ദിവസം നല്ലൊരു ജീവിതം നൽകണേ റഹ്മാനേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ടെൻഷനുകളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഇനി ഇവിടം അങ്ങോട്ട് ഒരു സമാധാന ജീവിതം തരണേ. ഇനി ഇവിടം അങ്ങോട്ട് ഒരു സന്തോഷ ജീവിതം തരണേ. ഇനി ഇവിടം അങ്ങോട്ട് റാഹത്തുള്ള ജീവിതം തരണേ. ഇനി ഇവിടം അങ്ങോട്ട് ബറക്കത്തുള്ള ജീവിതം തരണേ. ഇനി ഇവിടം അങ്ങോട്ട് ഐശ്വര്യമുള്ള ജീവിതം തരണേ. ഇനി ഇവിടം അങ്ങോട്ട് സമാധാനത്തിന്റെ ജീവിതം തരണേ അല്ലാ. ഒരാളെ ചതിമലയിലും ഞങ്ങളെ പെടുത്തല്ല, ഒരാളെ ചതിമലയിലും ഞങ്ങളെ പെടുത്തല്ല, ഒരു സിഹറിലും ഞങ്ങളെ കൊടുക്കല്ല, ഞങ്ങളെ കുടുംബത്തെ കൊടുക്കല്ല, ഞങ്ങളെ മജ്‌ലിസിനെ കൊടുക്കല്ല, ഞങ്ങളെ ഉസ്താദുമാരെ കൊടുക്കല്ലേ, ഞങ്ങളെ അറിവിന്നിലാമ കുടുംബത്തെ പെടുത്തല്ല, ഒരു കണ്ണേറിലും ഞങ്ങളെയും മക്കളെയും കുടുംബത്തെയും പെടുത്തല്ല, ഒരു നാപ്പോരിലും പെടുത്തല്ലേ, ഒരാളെ ചതിയിലും പെടുത്തല്ലേ, ഒരു കെണിമലയിലും പെടുത്തല്ലേ, ഒരു ഷർറിലും കൊടുക്കല്ലേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാ. ഇല്ല റബ്ബേ, നിന്റെ മുമ്പിലല്ലാതെ ഞങ്ങൾ ഒരാളെ മുമ്പിലും തലതാഴ്ത്തൂല. അസ്റായിലിന്റെ മുന്നിലല്ലാതെ, നിന്റെ മുന്നിലല്ലാതെ ഒരാളെ മുന്നിലും ഞങ്ങൾ തലതാഴ്ത്തൂല അല്ലാ. ആര് താഴ്ത്തിച്ചാലും താഴ്ത്താതെ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റു നിൽക്കുമല്ലാ. ആര് തളർത്താൻ നോക്കിയാലും, ആര് പരാജയപ്പെടുത്താൻ നോക്കിയാലും, പടച്ചോനെ നിന്റെ സഹായമുണ്ടെങ്കിൽ പിന്നാരെയാ പേടിക്കേണ്ടത്? നിന്റെ പൊരുത്തം കെട്ടിയാ പിന്നാരെയാ പേടിക്കേണ്ടത്? നിന്റെ ഉലിയാക്കന്മാരെ നോട്ടം കെട്ടിയാൽ ഏതവനെയാ പിന്നെ പേടിക്കേണ്ടത്? ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഒന്നിനും ഞങ്ങൾ ദുഃഖിച്ചിരിക്കുന്നില്ല. നീ തരുന്നതൊക്കെ രണ്ട് കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുന്നു. അൽഹംദുലില്ലാഹ്. നീ തരുന്നതൊക്കെ സന്തോഷത്തോടെ ഞങ്ങൾ വാങ്ങുന്നു. നീ തരുന്നതൊക്കെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. പടച്ചോനെ, പതറാത്ത മനസ്സ് തരണേ, തളരാത്ത മനസ്സ് തരണേ. പടച്ചറബ്ബേ, ഏത് പ്രതിസന്ധിയിലും തങ്ങൾക്ക് തളരാതെ പിടിച്ചു നിൽക്കുന്ന നല്ല ഈമാനിന്റെ മനസ്സ് നീ തരണേ റഹ്മാനേ. നീ ഞങ്ങളെ മനസ്സിന് നല്ല കരുത്ത് തരണേ റഹ്മാനേ. ഏത് പ്രതിസന്ധിയിലും തളരാതെ ആൺകുട്ടികളെ പോലെ പിടിച്ചു നിൽക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനേ. ചോദിക്കാൻ ഞങ്ങളെ മനസ്സിൽ ഒരുപാടുണ്ട്. ഇത് ഇന്നത്തെ രാവിലല്ലേ ചോദിക്കേണ്ടത്? ഇന്നത്തെ രാവ് പോലെ ഒരു രാവ് കിട്ടണമെങ്കിൽ ഒരു വർഷം ഞങ്ങളെ കാത്തിരിക്കണോ? ഇന്നത്തെ രാത്രിയെ പോലെ ഒരു രാത്രി കിട്ടണമെങ്കിൽ ഇനി ഒരു വർഷം നമ്മളെ കാത്തിരിക്കണോ? ആ ഒരു വർഷം വരുമ്പോ ഈ കസേരയിൽ ഞാനുണ്ടോ എന്നറിയൂല, നിങ്ങളുണ്ടോ എന്നറിയൂല. ഓരോ ദിവസവും അറിവിന്നിലാവ് കേട്ടിരുന്ന ഉമ്മയാണ് ഉപ്പയാണെന്ന് പറഞ്ഞ് ഓരോരുത്തരെ പേര് ഉസ്താദ് വായിക്കുന്നത് നിങ്ങളെ കേട്ടിട്ടില്ലേ? നാളെ ഒരു പക്ഷേ എന്റെ പേരാവാം, നിങ്ങളെ പേരാവാം. എപ്പോഴാണ് ലോകത്തോട് വിട പറയുന്നതെന്നറിയൂല. അതുകൊണ്ട് അല്ലാഹു തന്ന ആയുസ്സിനെ അല്ലാഹുവിന്റെ പൊരുത്തത്തിനായിട്ട് ചെലവഴിക്കണോ. തളരരുതേ, പതറരുതേ. അല്ലാ, ഞങ്ങളെ പിടിച്ചു നിർത്തണേ റഹ്മാനേ. നിന്റെ നോട്ടം തരണേ റഹ്മാനേ. എല്ലാരും കൂടി പരാജയപ്പെടുത്തിയാലും നീ പരാജയപ്പെടുത്താതിരുന്നാലും മതി അല്ലാ. നിന്റെ ഒരു ചെറിയ നോട്ടം മതി അല്ലാ. ആര് തളർത്തിയാലും നിന്റെ ഒരു ചെറിയ സ്നേഹത്തിന്റെ നോട്ടം മതി അല്ലാ. ആരെ മുമ്പിലും തലതാഴ്ത്താതെ ഇസ്സത്തോടെ ഈമാനോടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞങ്ങളെ ഉസ്താദുമാർ
ഉമ്മമാരുടെ കൂടെ, ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ കൂടെ, ഞങ്ങളെ മാതാപിതാക്കളുടെ കൂടെ, ആലിമീങ്ങളുടെ കൂടെ നീ തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഒന്നുപോലും ബാക്കിയില്ലാതെ നിന്റെ ദീനിലൂടെ ചെലവഴിച്ച് നീ തന്ന ആരോഗ്യം, നീ തന്ന ശബ്ദോ, നീ തന്ന സമ്പത്ത്, നീ എന്തൊക്കെ തന്നിട്ടുണ്ടോ എല്ലാം നിന്റെ പൊരുത്തത്തിനായി നിനക്ക് തന്നിട്ട് ഈമാനോടെ കണ്ണുകളടക്കണോ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. കേസുകളിൽ പെടുത്തല്ല റബ്ബേ, ഉള്ള കേസുകളൊക്കെ റാഹത്താക്കി തരണേ റഹ്മാനേ. സിഹ്ർ ബാത്തിലാക്കണം അല്ലാഹ്. മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിഞ്ഞ നമ്രൂദിന്റെ തീ കൊണ്ടാരത്തിന്റെ തീയിന്റെ ചൂട് ഇല്ലാതെയാക്കിയ റബ്ബേ, മുഹറമതിന് സാക്ഷിയല്ലേ, മുഹറമതിന് സാക്ഷിയല്ലേ. ആ മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കോ ഞങ്ങളെ ഉസ്താദുമാർക്കോ ഞങ്ങളെ കുടുംബത്തിനോ ഉള്ള സിഹ്ർ ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ഏടാകൂടത്തിൽ നിന്നും മുഹറം സാക്ഷിയാക്കി ഞങ്ങളെ ചോദിക്കുന്ന രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആരോടും ഞങ്ങൾക്ക് പരിഭവം പറയാനില്ല, ആരോടും ഞങ്ങൾക്ക് പരാതി പറയാനില്ല, ആരോടും ഞങ്ങൾക്ക് സങ്കടം പറയാനില്ല, പറയുകയുമില്ല. പറയുന്നത് മുഴുവനും നിന്നോടാണ്, അവനാതി ബോധിപ്പിക്കുന്നത് മുഴുവനും നിന്നോടാണ്, മഹാന്മാരെ തപസ്സിലാക്കി ചോദിക്കുന്നത് മുഴുവനും നിന്നോടാണ്. നീ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ആര് കൈവടിഞ്ഞാലും റബ്ബേ നീ ഞങ്ങളെ കൈവടിഞ്ഞിട്ടില്ലല്ലോ. ആര് ഞങ്ങളെ കൈവിട്ട സന്ദർഭങ്ങളിലോ നീ ഞങ്ങളെ കൈവിട്ടിട്ടില്ലല്ലോ. ആര് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ച സമയങ്ങളിലും നീ ഞങ്ങളെ കാത്തല്ലോ. നാദാ നിന്റെ സംരക്ഷണം നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാർക്ക് നൽകണേ റഹ്മാനെ, ഞങ്ങളെ കുടുംബങ്ങൾക്ക് നൽകണേ റഹ്മാനെ, ഞങ്ങളെ അയൽവാസികൾക്ക് നൽകണേ റഹ്മാനെ. ഇനി പുതിയ ഒരു വർഷമാണ്. ഈ കണ്ണ് കൊണ്ട് ഹറാമ് കാണരുത് അല്ലാ, ഈ നാവ് കൊണ്ട് ഒരു കളവ് പറയരുത് അല്ലാ, ഒരാളെ കുറ്റം പറയരുത്, ഒരാളെ ഗീബത്ത് പറയരുത്, ഒരാളെ കുറവ് പറയരുത്, ഒരാളെ നമീമത്ത് പറയരുത്, ഒരാളെ ഫസാദ് പറയരുത്. അങ്ങനെ ഞങ്ങളെ നാവ് മന്ത്രിക്കാനുള്ള നാവാണ്, ദ്വാരക്കാനുള്ള നാവാണ്, നന്മ പറയാനുള്ള നാവാണ്. ആ നാവിന്റെ വിശുദ്ധി എന്നും എന്നും അങ്ങനെ തന്നെ നിലനിർത്തണേ അല്ലാഹ്. പടച്ചോനെ, പടച്ചവനെ, പടച്ചവനെ റബ്ബേ, ഒരാളെ ചീത്ത പറയുന്ന മനസ്സ് തരല്ലേ റഹ്മാനേ. ഞങ്ങളെ ചീത്ത പറഞ്ഞവരുണ്ട്, ഞങ്ങളെ കുറ്റം പറഞ്ഞവരുണ്ട്, ഞങ്ങളെ ഗീബത്ത് പറഞ്ഞവരുണ്ട്. ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഒന്നും ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, ഒന്നിലും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല, ഞങ്ങളെ പിറകോട്ടെ തിരിഞ്ഞു നോക്കുന്നില്ല. പിറകെ നിന്ന് കുത്തുന്നവരിലേക്ക് ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ കണ്ണ് ചെലവഴിക്കൂല. കളിയാക്കുന്നവരിലേക്ക് ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ നാവ് തിരിച്ചു കൊടുക്കൂല. പരിഹസിക്കുന്നവരോട്, അതല്ല കുറ്റം പറയുന്നവരോട് ഒരാളോടും ഉറപ്പില്ല, ആരോടും വൈരാഗ്യമില്ല. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും നീ ഇഷ്ടപ്പെട്ട സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്ത അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കൊരു വീട് വേണം, നീ നൽകണേ അല്ലാഹ്. വീട് പണി പൂർത്തിയാക്കണേ അല്ലാഹ്. വഴി നൽകണേ അല്ലാഹ്, വെള്ളം നൽകണേ അല്ലാഹ്, ജോലി നൽകണേ അല്ലാഹ്. പഠനത്തിൽ ബറക്കത്ത് നൽക റബ്ബേ, റാഹത്ത് നൽക റബ്ബേ, സമാധാനം നൽക റബ്ബേ, ഐശ്വര്യം നൽക റബ്ബേ, സന്തോഷം നൽകണേ അല്ലാഹ്. കല്യാണ പ്രായമെത്തിയ ഞങ്ങളെ സഹോദര സഹോദരിമാരുണ്ട് അല്ലാഹുവേ, റാഹത്തുള്ള ഇണതുണകളെ നീ നൽകണേ റഹ്മാനേ. കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്, നീ മക്കളെ നൽകണേ അല്ലാഹ്. സാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ അല്ലാഹ്.
സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. പടച്ചവനെ പടച്ചവനെ സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ അല്ലാ, സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ അല്ലാ. എത്ര പ്രിയപ്പെട്ടവരാണ് മക്കളില്ലാതെ സങ്കടപ്പെടുന്നത്, എത്ര പ്രിയപ്പെട്ടവരാണ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നത്, എത്ര പ്രിയപ്പെട്ടവരാണ് മക്കളില്ലാതെ ദുഃഖിക്കുന്നത്. അല്ലാഹുവേ നീ നൽകണേ റഹ്മാനേ, അല്ലാഹുവേ നീ നൽകണേ റഹ്മാനേ, അല്ലാഹുവേ നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഈ മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ, മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ, മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. എത്ര പ്രിയപ്പെട്ടവരാണ് മക്കളില്ലാത്ത സങ്കടം പറഞ്ഞത്. അല്ലാ മുഹറമിന്റെ രാവിലെ ഞങ്ങൾ ചോദിക്കുന്നു നീ നൽകണേ റഹ്മാനേ. ഗർഭിണികളുടെ സുഖപ്രസവം നൽകണേ റഹ്മാനേ, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി ഓർമ്മശക്തി നൽകണേ റഹ്മാനേ, നല്ല മിടുക്കരാക്കണേ, മിടുക്കികളാക്കണേ, സ്വഭാവം നന്നാക്കണേ, പരീക്ഷകളിൽ വിജയം നൽകണേ, എല്ലാ മുറാദും നീ ഹസിലാക്കണേ നാദാ. ഈ പ്രാവശ്യം ഞങ്ങളെ കൂടെ ഉംറക്ക് പോരുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട് റഹ്മാനേ, റാഹത്തോടെ ഞങ്ങൾക്ക് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഉംറ ചെയ്യാൻ ഭാഗ്യം തരണേ റഹ്മാനേ. ഓരോ നാട്ടിൽ നിന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ഉംറക്ക് പോകുന്നവരുണ്ട്, അവർക്കും ഞങ്ങൾക്കും റാഹത്തോടെ ഉംറ ചെയ്യാൻ ഭാഗ്യം തരണമല്ലാ. എത്രയോ പ്രിയപ്പെട്ടവര് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഞങ്ങൾ അറിവിന്നിലാമില്ല മജ്‌ലിസ് കാണുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്, ജോലി തിരക്കിനിടയിലും കേൾക്കുന്നവരെ, ഹോസ്പിറ്റലിലും വീട്ടിലും കടകളിലും ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും വിദേശ രാജ്യങ്ങളിലും എത്ര പ്രിയപ്പെട്ടവരാണ് റബ്ബേ. നീ അവർക്കൊക്കെ ബറക്കത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, റാഹത്ത് നൽകണേ, സമാധാനം നൽകണേ, സന്തോഷം നൽകണേ, നിഅമത്ത് നൽകണേ, എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സർവരോഗങ്ങളും ഞങ്ങൾക്ക് ശിഫ തരണേ റഹ്മാനേ. ഓരോന്ന് എണ്ണി പറയാ സമയം കുറവാണ്. അല്ലാ നീ ശിഫയാക്കണേ, 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 അല്ലാ നീ ശിഫയാക്കണേ. എല്ലാവരുടെ രോഗങ്ങളും നീ മാറ്റണേ നാദാ. മുഹറമിന്റെ ബറക്കത്തുകളുടെ നീ ശിഫയാക്കണേ അല്ലാ. എത്ര ആളുകളാണ് സുഖമില്ലാത്തവര്, എന്റെ ഉമ്മ കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടപ്പോ എത്ര ആളുകളാണ് ദുആയിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത് പലരും പലതാണ് പറഞ്ഞിട്ടുള്ളത്. മുഹറമാണ്, എല്ലാവരുടെ കാര്യങ്ങളും നീ റാഹത്താക്കണേ റഹ്മാനെ. ലക്ഷക്കണക്കിന് ദുആ വസിയത്താണ് കമന്റിലൂടെ വരുന്നത്. യൂട്യൂബിലൂടെ ലൈവ് കാണുന്നവര്, ഫേസ്ബുക്ക് ലൈവിലൂടെ ലൈവ് കാണുന്നവര്, ടിവി തുറന്ന് വെച്ച് ലാപ്ടോപ്പ് മൊബൈൽ ഇന്റർനെറ്റ് തുറന്ന് വെച്ചിട്ട് ലൈവ് ഞങ്ങളെ പ്രോഗ്രാം കേൾക്കുന്നവര്, അതിലേക്ക് നെറ്റ് റീചാർജ് ചെയ്ത് അതിന് വേണ്ടി മൊബൈൽ വാങ്ങി റബ്ബേ അതിന് വേണ്ടി എല്ലാം നിലക്കും മജ്‌ലിസിന് വേണ്ടി സ്നേഹിച്ച് മജ്‌ലിസിലെ വെള്ളം വെച്ച് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ എത്ര തിരക്കുണ്ടെങ്കിലോ അല്ലാ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നവര് അവർക്കെല്ലാം നീ റാഹത്ത് നൽക റബ്ബേ, ഖൈർ നൽകണേ അല്ലാ.
ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ശിഫയുള്ള വെള്ളമാക്കണേ അല്ലാ. ഇത് മുഹറമാണ്. ഇവിടെ അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും മജ്ലിസിൽ പങ്കെടുക്കാനോ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനോ ഇഖ്ലാസോടെ ഈമാനോടെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ ഞങ്ങളെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരുണ്ട്. ഒരു പ്രതിസന്ധി ഞങ്ങൾക്ക് നേരിടുന്ന സമയത്ത് ഉസ്താദേ ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട, അതല്ലെങ്കിൽ എന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ദുആ ചെയ്യുന്നവരുണ്ട്. നേലുപോലെ കൂടെ നിന്നിട്ട് എല്ലാത്തിനും വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. നാദാ അല്ലാഹുവേ, മുഹറമിന്റെ ഒന്നാമത്തെ രാവിലെ ഞങ്ങളെ ചോദിക്കുകയാണ്, അവരെ നീ കൈവടിയല്ലേ അല്ലാ. നീ അവർക്ക് വലിയ കാവല് കൊടുക്ക റബ്ബേ. അവരെ ജീവിതത്തിൽ ഐശ്വര്യം നൽക റബ്ബേ. അവരെ ഒരു പ്രയാസത്തിലും നീ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് എല്ലാവർക്കും മുനെ തണലാക്കണേ റഹ്മാനേ. ഞങ്ങളെ മജ്ലിസ് എല്ലാവർക്കും മുനെ തണലാക്കണേ റഹ്മാനേ. അനാഥ മക്കളുടെ സ്നേഹവീടിനെ സഹായിച്ചവരെ എത്രയാണ്. അറിവിന്നിലാവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ചവരെ എത്രയാണ്. അല്ലാ, നീ അവരെയെല്ലാം സഹായിക്ക റബ്ബേ. യതീമക്കളുടെ വീടിന്റെ പണി പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഭംഗിയാക്കി തരണേ റഹ്മാനേ. എല്ലാം സന്തോഷത്തിലാക്കി തരണേ റഹ്മാനേ. ഒരുപാട് ചോദിക്കാനുണ്ട് റബ്ബേ. പലതും ഞങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളെ ആവശ്യങ്ങളൊക്കെ നിനക്കറിയാലോ. എല്ലാം നീ സാധിപ്പിച്ചു തരണേ അല്ലാ. എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു, ഏറ്റെടുക്കണേ അല്ലാ. എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു, ഏറ്റെടുക്കണേ അല്ലാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ഈ ഒരു വർഷം മുഴുവനും സന്തോഷത്തിന്റെ വർഷമാക്കണേ അല്ലാ. ആമീൻ പറയ്. സന്തോഷത്തിന്റെ വർഷമാക്കണേ അല്ലാ. സമാധാനത്തിന്റെ വർഷമാക്കണേ അല്ലാ. എല്ലാരും ആമീൻ പറയ് റബ്ബേ. എല്ലാരും ആമീൻ പറഞ്ഞോളി. ഈ ഒരു വർഷം മുഴുവനും സന്തോഷത്തിന്റെ വർഷമാക്കണേ അല്ലാ. സമാധാനത്തിന്റെ വർഷമാക്കണേ അല്ലാ. ഈ ഒരു വർഷം മുഴുവനും സന്തോഷത്തിന്റെ വർഷമാക്കണേ അല്ലാ. സന്തോഷത്തിന്റെ ദിവസങ്ങളാക്കണേ അല്ലാ. സമാധാനമുള്ള ദിവസങ്ങളാക്കണേ അല്ലാ. സന്തോഷത്തിന്റെ സമയങ്ങളാക്കണേ അല്ലാ. സമാധാനത്തിന്റെ സമയങ്ങളാക്കണേ അല്ലാ. ഈ ഒരു വർഷത്തെ ഓരോ നിമിഷങ്ങളും സന്തോഷത്തിന്റെ സമാധാനത്തിൻ്റെതാക്കി തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. രണ്ട് കൈയിലൂതി കണ്ണു മുഖക്ക തടവി